ഹായ്. ഒട്ടും തന്നെ, ഒരു നിലയ്ക്കും, അതല്ലെങ്കിൽ തീരെ, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ മലയാളത്തിൽ നടത്താറില്ലേ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അറ്റോൾ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് നെഗറ്റീവ്സ് ഓർ ക്വസ്റ്റ്യൻസ് സ്ട്രോങ്ങർ. Negatives or questions stronger means in any way or of any type. In any way or of any type. ഒട്ടും തന്നെ, നെഗറ്റീവിനെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നതാണല്ലോ ഒട്ടും തന്നെ, അതല്ലെങ്കിൽ തീരെയില്ല, ഒരു നിലയ്ക്കും എനിക്കത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നത് നെഗറ്റീവിന് സ്ട്രെസ് ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ അതിനെ സ്ട്രോങ് ആക്കി പറയുന്നതാണ്. സോ ഇൻ എനി വേ ഓർ ഓഫ് എനി ടൈപ്പ്. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കാം. ഹി ഹാസ് ഹാഡ് നോ ഫുഡ് അറ്റ് ഓൾ. ഹി ഹാസ് ഹാഡ് നോ ഫുഡ് അറ്റ് ഓൾ. അദ്ദേഹം ഒട്ടും തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല, തീരെ കഴിച്ചിട്ടില്ല. ഹി ഹാസ് ഹാഡ് നോ ഫുഡ് അറ്റ് ഓൾ. എനിക്കൊന്നും തന്നെ പറയാനില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണത്. എങ്ങനെയായിരിക്കും അത് ഇംഗ്ലീഷിൽ പറയുന്നത്? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഐ ഹാവ് നത്തിങ്. എനിക്കൊന്നുമില്ല. അതാണല്ലോ അതിൻ്റെ സ്ട്രക്ചർ. ഐ ഹാവ് നത്തിങ് ടു സേ. പറയാനൊന്നുമില്ല എന്നാണെങ്കിൽ അത്ര മതി. ഐ ഹാവ് നത്തിങ് ടു സേ. ഇനി ഒന്നും തന്നെ എങ്ങനെ യൂസ് ചെയ്യാം? ഐ ഹാവ് നത്തിങ് അറ്റ് ഓൾ. ഐ ഹാവ് നത്തിങ് അറ്റ് ഓൾ ടു സേ. എനിക്കത് വിഷയത്തിൽ ഒന്നും പറയാനില്ല, ഒന്നും തന്നെ പറയാനില്ല. ഐ ഹാവ് നത്തിങ് അറ്റ് ഓൾ ടു സേ. സ്വാഭാവികമായും നമ്മൾ അത്തരം മറുപടികൾ പറയുമ്പോൾ സോറി എന്നൊക്കെ പറയാറുണ്ട്. സോറി, ഐ ഹാവ് നത്തിങ് അറ്റ് ഓൾ ടു സേ. അതല്ലെങ്കിൽ ഐ ആം അഫ്രൈഡ്. ഐ ആം അഫ്രൈഡ്. സോറിക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണത്. അത് ഇംഗ്ലീഷിലെ ഒരു സ്റ്റൈലാണ്. നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഐ ആം അഫ്രൈഡ്. ഐ ആം അഫ്രൈഡ്. I have nothing at all to say. I am afraid I have nothing at all to say. ഓക്കെ, മറ്റൊരു സെൻറ്റൻസ് നമുക്ക് പറഞ്ഞു നോക്കാം. നിങ്ങൾ ഒട്ടും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളൊന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. ശ്രദ്ധിച്ചിരുന്നോ? യു ഹാവിൻറ്റ് ബീൻ ലിസ്ണിംഗ് അറ്റ് ഓൾ. യു ഹാവിൻറ്റ് ബീൻ ലിസ്ണിംഗ് അറ്റ് ഓൾ. യു ഹാവിൻറ്റ് ബീൻ ലിസ്ണിംഗ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. യു ഹാവിൻ ബീൻ ലിസ്ണിംഗ് അറ്റ് ഓൾ. ഒന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. ഹാവ് യു? ശ്രദ്ധിച്ചിരുന്നോ? യു ഹാവിൻ ബീൻ ലിസ്ണിംഗ് അറ്റ് ഓൾ. ഹാവ് യു? ശ്രദ്ധിച്ചിരുന്നോ എന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നു. യു ഹാവിൻ ബീൻ ലിസ്ണിംഗ് അറ്റ് ഓൾ. ഹാവ് യു? അനദർ ക്വസ്റ്റ്യൻ. ഈസ് ദർ എനി അൺസർട്ടനിറ്റി അറ്റ് ഓൾ അബൌട്ട് ദ വേ ഷീ ഡൈഡ്? Is there any uncertainty at all about the way she died? അവർ മരിച്ച വിഷയത്തിൽ എന്തെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ടോ? എന്തെങ്കിലും, ജസ്റ്റ് എന്തെങ്കിലും എന്നൊരു ക്വസ്റ്റ്യൻ അല്ല. ഈസ് ദർ എനി, എന്തെങ്കിലും എന്ന് ചോദിച്ചു കഴിഞ്ഞു നമ്മൾ. പക്ഷേ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്. എന്തെങ്കിലും, എവിടെയെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്തെങ്കിലും അനിശ്ചിതത്വം ഉണ്ടാവാനുള്ള? സോ എങ്ങനെ ചോദിക്കും? ഈസ് ദർ എനി അൺസർട്ടനിറ്റി അറ്റ് ഓൾ about the way she died. ഓക്കെ, ഒരു സെൻറ്റൻസ് കൂടെ പറഞ്ഞു നോക്കാം. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റൊന്നും ഒരു നിലയ്ക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. എങ്ങനെ പറയും? ഹിസ് ആർഗ്യുമെൻറ്റ് wasn't convincing at all. ഹിസ് ആർഗ്യുമെൻറ്റ് was not അല്ലെങ്കിൽ wasn't convincing at all. In fact, it was nonsense. His argument was not convincing at all. In fact, it was nonsense. ശരിക്കും അത് നോൺസെൻസ് ആയിരുന്നു. നമുക്കൊന്നും ഒരു നിലക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആർഗ്യുമെൻ്റാണ് അദ്ദേഹം പറയുന്നത്, അതല്ലെങ്കിൽ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒട്ടും തന്നെ, അതല്ലെങ്കിൽ തീരെ, ഒരു നിലയ്ക്കും എന്നൊക്കെയുള്ള നെഗറ്റീവ് സെൻസിൽ വരുന്ന സെൻറ്റൻസുകളെ അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറ്റ് ഓൾ ഉപയോഗിക്കുന്നത്. സോ ഇൻ ബ്രീഫ്, ദിസ് adverb at all is used to make negatives or questions stronger. Okay, thank you.
ബൈ ടേക്ക് കെയർ.